അപ്പോൾ ഇന്ന് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് തന്നെ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. പിന്നെ ഇന്ന് വൈകുന്നേരമോട് തീരും. പിന്നെ നാളെ അവധിയല്ലോ. അപ്പോൾ ഇന്ന് ഇട്ട പ്ലാൻ ഈ ഹസ്ബൻഡ് ടീം അത് ഇന്നലെ ഇവിടെ ആയിരുന്നു. ഇന്നലെ ഇട്ടിട്ട് നമ്മുടെ മുതലാളി കൂടെ നിന്നിട്ട് പണിയിട്ട് അവരെ കൊണ്ട് 50 ചെരുപ്പ് തേക്കാണ്ട് നമ്മൾ നോക്കണം. നമ്മൾ പണിയെടുക്കണ പോലെ അവർക്ക് തോന്നണമെന്നാണ് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു പ്ലാൻ ഇട്ട് ചെയ്യുമായിരുന്ന അടിപൊളിയായിരുന്നേനെ. ലാസ്റ്റ് എല്ലാ ഗെയിം 3 ദിവസത്തെ ഗെയിം കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ദിവസം പറയാവുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കണ്ണ് കാണുമല്ലോ, നമുക്ക് മനസ്സിലാവും ഇവരെ പറ്റിക്കുകയാണ്. ഇവർ മുതലാളിനെ 50 ചെരുപ്പ് തയ്ക്കാൻ പൂർത്തിയാക്കാതിരിക്കുക കണ്ണിന് മുൻകൂർ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാണാൻ. പക്ഷെ അവർ അതിന് പകരം പണിയെടുക്കാതെ സമരം ചെയ്ത് കോളാക്കി. പക്ഷെ 2 ദിവസത്തിന് വിടുന്ന പ്ലാൻ ഇന്നും കൊണ്ടിട്ടിട്ട് എന്തോ ഒരു വിജയിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ അത് ഇന്നലെ തന്നെ ചെയ്യുമായിരുന്നു. അടിപൊളിയായിരുന്നു തന്നെ, നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായേനെ. അപ്പം ഇന്ന് ഭയങ്കര അടിയും ഇടിയല്ല ഇവർക്ക്. പിന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലകത്ത് പോയവർക്ക് ഇടിയും മറ്റേ പറക്കണമൊക്കെ അറിയാം. നമ്മൾ വേറെ ഒന്നും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. എവിടെ വരെ പോകുമെന്ന് അറിയില്ല. പിന്നെ ബിഗ് ബോസ് 3 മറ്റേ ഗോൾഡ് അതിനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല. അതിനും എന്തെങ്കിലും കാരണം ഉണ്ടാവും. ബിഗ് ബോസിൻ്റെ കയ്യിൽ കാരണം ഉണ്ടാവും. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കും നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നൂറാബിനെ നേരിട്ട് തന്നെ എലിമിനേഷനിൽ ഇടും. പിന്നെ ആ പവർ മേടിക്കും. 3 ആഴ്ചത്തേക്ക് പവർ കയ്യിലുണ്ടല്ലോ. ആ പവർ എങ്ങനെയും മേടിക്കും. അങ്ങനെ ഒന്നും കൊടുക്കൂല. ബിഗ് ബോസ് അല്ല, 7ൻ്റെ സീസണല്ലേ. അതൊക്കെ അവർ കണ്ടിട്ടാണ് ഗെയിം തുടങ്ങിയിരിക്കണേ. അപ്പോൾ നമുക്ക് കാണാം. ഇവർ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നമുക്ക് കാണാം. കണ്ടേ തീരാം.